എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. MTSCക്കുള്ള കോച്ചിങ്, മാത്ത് ടാലന്റ് സെർച്ച് എക്സാമിനേഷനുള്ള കോച്ചിങ്. സോ ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മാത്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എഴുതാൻ പറ്റിയ ഒരു എക്സാമാണ്. സോ നിങ്ങളുടെ ഒരു ടാലൻറ്റ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സാമാണ്. മാത്സ് ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, മാത്സിൽ നമ്മുടെ എന്താണ് വീക്ക്നെസ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനും ഈ ഒരു എക്സാം ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ എല്ലാവരും എന്തായാലും ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ വെൽക്കം എവ്രി വൺ. നമ്മൾ ഇൻറ്റിജേഴ്സ് എന്നുള്ള ചാപ്റ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദി ചാപ്റ്റർ ഇൻറ്റിജേഴ്സ്. സോ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇൻറ്റിജേഴ്സ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി 0, 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് നമ്പേഴ്സും കൂടെ നമ്മൾ എഴുതുകയാണെങ്കിൽ, അതായത് -3, -2, -1, 0, 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതുന്ന ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. റൈറ്റ്? സോ ഇൻറ്റിജേഴ്സ് എങ്ങനെയാ ആഡ് ചെയ്യുക, ഇൻറ്റിജേഴ്സ് എങ്ങനെയാ സബ്ട്രാക്ട് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം. സോ നോർമൽ നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ 2 + 3 ഇത് ആഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം അല്ലെ? 2 + 3 എന്താണ്? 5 ആണ്. ഓക്കെ. ഇനി രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലോ, -2ഉം അതുപോലെ -3ഉം ആണ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് -5 എന്ന് കിട്ടും. ഓക്കെ. നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. -3 + -6 നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യുക. 6ഉം 3ഉം കൂടെ ആഡ് ചെയ്യുക. സോ യു ഗെറ്റ് 9. എന്നിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. ഓക്കെ. വേറെ എക്സാമ്പിളോട് നോക്കാം. -4 + -8 8ഉം 4ഉം ആഡ് ചെയ്യുക ആൻഡ് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. റൈറ്റ്? ഇനി നമുക്കിപ്പോൾ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിന്റെ കേസാണ് നമ്മൾ പറഞ്ഞല്ലേ. ഇനി ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ -2 + 3 ഇങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക? ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും എങ്ങനെ ആഡ് ചെയ്യും? ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന് വലിയ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ 3ഉം 2ഉം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്നാണ് കിട്ടുക. 3 - 2 1 ആണ് അല്ലേ? ഇനി ഏറ്റവും വലിയ നമ്പറിന്റെ സൈൻ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ഏറ്റവും വലിയ നമ്പർ 3 ആണ്. സോ 3ന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ ഇസ് 1. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 2 + -3 ആണെങ്കിലോ ആൻസർ എന്തായി? നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. എന്ത് ചെയ്യുക? 3ഉം 2ഉം സബ്ട്രാക്ട് ചെയ്യുക. സോ യു ഗെറ്റ് 1. ഇനി വലിയ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. വലിയ നമ്പർ 3 ആണ് അല്ലേ? 3ന്റെ സൈൻ ഏതാണ്? നെഗറ്റീവ് സൈൻ ആണ്. സോ നമ്മളിത് നെഗറ്റീവ് ഇട്ട് കൊടുത്തു. സോ ദ ആൻസർ ഇസ് -1. ക്ലിയർ അല്ലേ? സോ എങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് sum of two integers is -6. If one of them is 2, what is the other number? Okay. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? -6. ഓക്കെ. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് -6 ആണ്. ഓക്കെ. ആൻഡ് വൺ ഓഫ് ദം ഇസ് 2. ഒരെണ്ണം 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. സോ ഈ നമ്പർ ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? ഈ -6നെ ഈ 2 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യും അല്ലേ? -6 - 2 എന്ന് ചെയ്താൽ നമുക്ക് ആൻസർ ആയി അല്ലേ? ദാറ്റ് ഈസ് -6 - 2. So you get that number. So -6 - 2 നമ്മൾ എങ്ങനെയാ ചെയ്യുക? -6 - 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് -6 + -2. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുക. സോ 6 + 2 8 ആണ്. 8ന് നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. സോ ദ ആൻസർ ഇസ് -8.
ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. When 0 is divided by a non-zero integer, then what is the quotient? അതായത് നമുക്കിവിടെ 0 ഉണ്ട്. 0നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ സീറോ ആയിട്ടുള്ള, സീറോ അല്ലാത്ത ഒരു ഇൻറ്റിജർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 0/3, 0/2, 0/100 എന്തോ ആവാം. സോ വാട്ട് ഈസ് ദ ആൻസർ? നമ്മൾ ഏത് നമ്പർ, സീറോനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ ഇസ് ഗോയിങ് ടു ബി 0. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. How much less than -2 is -8? How much, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? How much less than -2 is -8? നമ്മൾ ഇത് ഈ നമ്പർ ലൈനിൽ വരച്ച് നോക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഇതിവിടെ 0 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്, ഇവിടെ -3 ഉണ്ട്, ഇവിടെ -4 ഉണ്ട്, ഇവിടെ -5 ഉണ്ട്, -6, -7 and -8. So how much less than -2 is -8? How much less than -2 is -8? -2 എന്ന് പറയുന്നത് -8നേക്കാളും എത്ര സ്മോളർ ആണ് എന്നാണ് ചോദ്യം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? -2 -8, okay, which is equal to -2 plus 8 എന്ന് വരും. That is 6. Clear? Yes. അപ്പോൾ ഇൻറ്റിജേഴ്സിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഏതൊക്കെ ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് ഇതുപോലെ ക്ലാസ് വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. See you in the next class. Bye.